CPM ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് പതാക ഉയർന്നു. ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം 434 പ്രതിനിധികൾ പങ്കെടുക്കും. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട് ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തെക്കുംകര സ്വദേശി ജെയിനിനെ ഇന്ത്യൻ എംബസി സന്ദർശിച്ചു. ജെയിനിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്ന് എംബസി ഉദ്യോഗസ്ഥർ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എംബസി അധികൃതർ. ചാവക്കാട് കടപ്പുറം നോളി റോഡിൽ ബൈക്കും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഇരിഞ്ഞാലക്കുട വല്ലക്കുന്നിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഫ്രൂട്ട്സ് ഷോപ്പ് ഉടമ മരിച്ചു. അറബിക്കടലിൽ ഭൂചലനം ഉണ്ടായതായ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തീരദേശത്ത് ജാഗ്രതാ മുന്നറിയിപ്പ്. കാസർഗോഡിന് പടിഞ്ഞാറ് ഭാഗത്ത് കടലിൽ ഉണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തി. വാർത്തകൾ വിശദമായി. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് പതാക ഉയർന്നു. സംഘാടക സമിതി ചെയർമാൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA പതാക ഉയർത്തി. രാവിലെ വിവിധ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് പ്രയാണം ആരംഭിച്ച പതാക കൊടിമര ദീപശിഖ ജാഥകളും അനുബന്ധ ദീപശിഖ ജാഥകളും സമ്മേളന നഗരിയായ കുന്നംകുളത്ത് എത്തിച്ചേർന്നു. ഞായറാഴ്ച രാവിലെ 10-ന് കുന്നംകുളം ടൗൺഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനത്തിൽ 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 17 ഏരിയകളിൽ നിന്നും സ്പെഷ്യൽ യൂണിറ്റുകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട 392 പേരും ഉൾപ്പെടെ 434 പ്രതിനിധികൾ പങ്കെടുക്കും. ചൊവ്വാഴ്ച ഉച്ചവരെ പ്രതിനിധി സമ്മേളനം തുടരും. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് 25,000 റെഡ് വളണ്ടിയർമാരുടെ മാർച്ച് ആരംഭിക്കും. പൊതുസമ്മേളനത്തിൽ 1,00,000-ഓളം പേർ പങ്കെടുക്കും. വൈകിട്ട് 5-ന് കുന്നംകുളം ചെറുവത്തൂർ മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട് ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തെക്കുംകര കുത്തുപാറ സ്വദേശി ജെയിനിനെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ജെയിനിനെ മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്നും നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. എംബസി ഓഫീസർ ബവീഷിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. റഷ്യൻ എംബസി, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, കേന്ദ്രമന്ത്രിമാർ, അടൂർ പ്രകാശ് MP എന്നിവർക്ക് ബന്ധുക്കൾ നേരത്തെ പരാതി നൽകിയിരുന്നു. റഷ്യയിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടനല്ലൂർ തോളത്ത് വീട്ടിൽ ബാബുവിന്റെ മകൻ ബിനിൽ കൊല്ലപ്പെട്ടിട്ട് 1 മാസം പിന്നിട്ടിട്ടും മൃതദേഹം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. റഷ്യ പിടിച്ചെടുത്ത ഉക്രൈനിലെ നെവസ്കോയി എന്ന സ്ഥലത്ത് വെച്ചാണ് ബിനിൽ കൊല്ലപ്പെട്ടത്. മേഖലയിൽ കനത്ത യുദ്ധം നടക്കുകയാണെന്നും അത് തീരാതെ അങ്ങോട്ട് പ്രവേശിക്കാനാകില്ലെന്നും ഇവർ വ്യക്തമാക്കി. ചാവക്കാട് കടപ്പുറം നോളി റോഡിൽ ബൈക്കിന് പുറകിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എടക്കഴിയൂർ പുഴങ്ങരയിലെത്തി വീട്ടിൽ മുഹമ്മദ് നിഷാദാണ് മരിച്ചത്. ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരിഞ്ഞാലക്കുട വല്ലക്കുന്നിൽ ബൈക്ക് അപകടത്തിൽ ഫ്രൂട്ട്സ് ഷോപ്പ് ഉടമ മരിച്ചു. ഇരിഞ്ഞാലക്കുട സ്വദേശി മംഗലൻ വീട്ടിൽ 58 വയസ്സുള്ള സജിത്താണ് മരിച്ചത്. വല്ലക്കുന്നിൽ ഫ്രൂട്ട്സ് ഷോപ്പ് നടത്തുന്ന സജിത്ത് വെള്ളിയാഴ്ച രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അറബിക്കടലിൽ ഭൂചലനം ഉണ്ടായതായി റിപ്പോർട്ട്. കാസർഗോഡിന് പടിഞ്ഞാറ് ഭാഗത്താണ് റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ ഫിഷറീസ് വകുപ്പും തീരദേശ പോലീസും കടലിലും തീരപ്രദേശത്തും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തൃശൂർ DCCക്ക് പുതിയ നാഥനായി. 8 മാസത്തെ കാത്തിരിപ്പിന് ശേഷം പുതിയ DCC പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ AICC നേതൃത്വം നിയമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയെ തുടർന്ന് DCC അധ്യക്ഷനും UDF ചെയർമാനും ഒഴിഞ്ഞതിനു ശേഷം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. ചർച്ചകൾക്കും ഗ്രൂപ്പ് സമവായങ്ങൾക്കും ഒടുവിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ പുതിയ DCC പ്രസിഡന്റായി നിയമിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉത്തരവിറക്കിയത്. 2024 ജൂൺ 10-ന് ജോസ് വള്ളൂർ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം നിലവിൽ VK ശ്രീകണ്ഠൻ MP-യാണ് തൃശൂർ DCC പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചിരുന്നത്. ഇതിനിടെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ തോൽവി നേരിടേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ തോൽവി സംബന്ധിച്ച്
KPCC സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ വ്യാജരേഖകൾ വാർത്തയായി വന്നത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ DCC പ്രസിഡന്റിന്റെ നിയമനം. ന്യൂസ് ഡെസ്ക് TCV. റെയിൽവേ ട്രാക്കിൽ തെങ്ങ് വീണതിനെ തുടർന്ന് ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ ട്രെയിൻ 3 മണിക്കൂർ വൈകി. ഉച്ചയ്ക്ക് 12:30 തോളൂരിൽ ട്രാക്കിലേക്ക് തെങ്ങ് വീണത്. ഇതേ തുടർന്ന് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിദഗ്ധ തൊഴിലാളികൾ എത്തി 4 മണിയോടെ തെങ്ങ് മുറിച്ചുമാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. മാള മാർക്കറ്റിലെ പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടയിൽ കോൺക്രീറ്റ് സ്ലാബ് വീണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. പശ്ചിമബംഗാൾ സ്വദേശി ഹിറ്റ്ലറിനാണ് പരിക്കേറ്റത്. സ്ലാബിനടിയിൽ കാലുകൾ കുടുങ്ങിക്കിടന്ന തൊഴിലാളിയെ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് സ്ലാബ് മുറിച്ചാണ് പുറത്തെടുത്തത്. പരിക്കേറ്റ തൊഴിലാളിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ K. രാധാകൃഷ്ണൻ MP-യുടെ വീട് സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച MP-യുടെ അമ്മ ചിന്നയുടെ നിര്യാണത്തിൽ അനുശോചനമറിയിക്കാനാണ് മുഖ്യമന്ത്രി എത്തിയത്. രാവിലെ ചേലക്കര ശ്രീമൂലം തിരുനാൾ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ മുഖ്യമന്ത്രി റോഡ് മാർഗമാണ് MP-യുടെ വീട്ടിലേക്ക് എത്തിയത്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ ഓട്ടോ ടാക്സി ഇടിച്ച് ബൈക്ക് യാത്രക്കാരിയായ വീട്ടമ്മ മരിച്ചു. അഞ്ചങ്ങാടി ലോറിക്കടവ് പുളിയനാർ പറമ്പിൽ മനേഷ് ഭാര്യ 41 വയസ്സുള്ള സുസ്മിതയാണ് മരിച്ചത്. ചന്ദന സ്റ്റോപ്പിൽ മകനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ സൺ മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോണിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. 10 മിനിറ്റോളം മുഖ്യമന്ത്രി ബേബി ജോണുമായി സംസാരിച്ചു. ബേബി ജോണിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആശുപത്രിയിൽ എത്തിയ മുഖ്യമന്ത്രിയെ ആശുപത്രി MD ഡോക്ടർ പ്രതാപ് വർക്കി ബൊക്കെ നൽകി സ്വീകരിച്ചു. കൊല്ലം ചാത്തന്നൂരിലെ സ്വകാര്യ ഹോസ്റ്റലിന്റെ സ്ലാബ് തകർന്നു വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തോളൂർ സ്വദേശിനി മരിച്ചു. പിള്ളാട്ടിൽ മനോജിന്റെ മകൾ മനീഷയാണ് മരിച്ചത്. കെട്ടിടത്തിന്റെ 4ാം നിലയിലുള്ള സ്ലാബാണ് തകർന്നത്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 2 യുവതികളാണ് അപകടത്തിൽപ്പെട്ടത്. തൃപ്രയാറിൽ വെൽഡിംഗ് ജോലിക്കെത്തിയ യുവാക്കളെ ആക്രമിച്ച 4 ചുമട്ടുതൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. നാട്ടിക സ്വദേശി ആറുകെട്ടി വീട്ടിൽ ഷിബു, തൃപ്രയാർ സ്വദേശി കളിച്ചത്തിൽ വീട്ടിൽ രതീഷ്, വലപ്പാട് സ്വദേശി ചീരായി വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, നാട്ടിക സ്വദേശി നമ്പെട്ടി വീട്ടിൽ രാധാകൃഷ്ണൻ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിങ്ങോട്ടുകര സ്വദേശി സായ്രാജ്, സബി എന്നിവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് തൃപ്രയാർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിന് സമീപത്തെ ഫർണിച്ചർ കടയിൽ ട്രസ് പണിക്കുള്ള സാധനങ്ങൾ സായ്രാജും സബിയും ചേർന്ന് ഇറക്കിയതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് സായ്രാജിന് തലയ്ക്ക് പരിക്കേറ്റിരുന്നു. വലപ്പാട് SI CN എബിൻ, പോലീസുകാരായ PU മനോജ്, MB പ്രണവ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ KM മുജീബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൊടകര പേരാമ്പ്രയിൽ 224 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവുമായി മാഹി സ്വദേശി പിടിയിലായി. പള്ളൂർ സ്വദേശി ജംഷാദാണ് വാഹന പരിശോധനയ്ക്കിടെ കൊടകര പോലീസിന്റെ പിടിയിലായത്. വാഹനത്തിന്റെ ഡിക്കിയിലാണ് ഇയാൾ മദ്യം സൂക്ഷിച്ചിരുന്നത്. വാട്സാപ്പ് വഴി ഓർഡർ സ്വീകരിച്ച് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മദ്യവിൽപ്പന നടത്തുകയാണ് ഇയാൾ ചെയ്യുന്നത് എന്ന് പോലീസ് പറഞ്ഞു. അച്ഛൻ വളയം പിടിക്കുന്ന ബസ്സിൽ മകൾ ഡബിൾ ബെല്ലടിച്ചു. യാത്രക്കാരനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി എത്തിയതോടെ യാത്ര ഉഷാറായി. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാമപ്രിയ എന്ന ബസ് അച്ഛന്റെയും മകളുടെയും സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ്. കൊടുങ്ങല്ലൂർ സ്വദേശി ഷൈൻ ഡ്രൈവറും മകൾ അനന്തലക്ഷ്മി കണ്ടക്ടറുമായുള്ള ബസ് യാത്രയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കാളിയായി. കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ ധന്യയുടെ മകളും കൂടിയായ അനന്തലക്ഷ്മിയെക്കുറിച്ച് കേട്ടറിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിലെത്തിയപ്പോഴാണ് ബസ്സിൽ യാത്ര ചെയ്തത്. രാവിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്നതിനുള്ള
മൺപാത്ര വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് കോട്ടപ്പുറത്തേക്ക് ഈ ബസ്സിൽ യാത്ര നടത്തിയത്. ചെറുപ്പം മുതൽ തന്നെ വാഹനങ്ങളോടുള്ള പ്രിയമാണ് അനന്തലക്ഷ്മി എന്ന പെൺകുട്ടിയെ കണ്ടക്ടർ കുപ്പായം അണിയിച്ചത്. M.Com പഠനത്തിനൊപ്പമാണ് അനന്തലക്ഷ്മി അച്ഛനോടൊപ്പം സ്വന്തം ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നത്. കോവിഡാനന്തരമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ബസ് സർവീസ് നടത്തുകയെന്നത് ശ്രമകരമായി മാറിയപ്പോഴാണ് അനന്തലക്ഷ്മി ധൈര്യമായി അച്ഛനോടൊപ്പം കണ്ടക്ടറുടെ കാക്കി അണിഞ്ഞത്. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു തൊഴിൽ എപ്പോഴും നല്ലത് തന്നെയാണല്ല. അതിനുവേണ്ടി അത് പഠിപ്പിച്ചു. പിന്നെ ആളുടെ താല്പര്യം, ഈ തൊഴിലെടുക്കാനും താല്പര്യമുണ്ടല്ലോ, അതൊരു പ്രധാന ഘടകമാണ്. ക്ലാസ് ഇല്ലാത്തപ്പോൾ പുള്ളിക്കാരിയാണ് കണ്ടക്ടർ ആയ ഒരു ഫുൾ പവറിൽ തന്നെയാണ് ആൾ ഇത് ചെയ്യുന്നത്. ആ ബ്ലോക്കൊക്കെ മാറ്റാനും പൈസ മേടിക്കാനും ആളെ കയറ്റി റൈറ്റ് ആക്കാനൊക്കെ പ്രത്യേക വൈഭവമാണുള്ളത്. അനന്തലക്ഷ്മിയെയും അച്ഛൻ ഷൈൻ, അമ്മ ധന്യ എന്നിവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ച ശേഷമാണ് സുരേഷ് ഗോപി ബസ് യാത്രയിൽ പങ്കാളിയായത്. BJP നേതാക്കളും നഗരസഭാ കൗൺസിലർമാരും ബസ് യാത്രയിൽ കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. TC വിനോസ്. മുല്ലക്കര മുസ്ലിം ജാറത്തിൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. ഖത്തീബ് അബ്ദുൽ കബീർ നിസാമി ഉദ്ഘാടനം ചെയ്തു. സിയാറത്ത് സംഗമത്തിന് സയ്യിദ് ഹസൻ ഹാരിസ്, ഖുർആൻ പാരായണത്തിന് ലുക്മാൻ സഅദിയും മൗലിദ് മജ്ലിസിന് നയീമുദ്ദീൻ സഖാഫിയും നേതൃത്വം നൽകി. മഹൽ സെക്രട്ടറി KM തമായുദ്ദീൻ, പ്രസിഡന്റ് VM സിദ്ദിഖ്, TS ഷജീബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പീലിക്കാവടികളും പൂക്കാവടികളും മനം നിറഞ്ഞാടിയ പടിഞ്ഞാറെ വെള്ളാനിക്കര ആണ്ടുണ്ണിദേവർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടന്നു. തുടർന്ന് 8 കാവടി സംഘങ്ങൾ ക്ഷേത്രത്തിലെത്തി. വാദ്യമേളക്കൊഴുപ്പിൽ മനം നിറഞ്ഞാടി. 5 ആനകളുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഗുരുവായൂർ ഇന്ദ്രസൻ തിടമ്പേറ്റി. പല്ലശന ശിവന്മാരാരും തൃപ്പലമുണ്ട നടരാജ വാര്യരും നയിച്ച പഞ്ചവാദ്യവും പെരുവനം സതീശന്മാരാർ നയിച്ച മേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. മനക്കൊടി ഏലോത്ത് ഭഗവതി ക്ഷേത്രോത്സവം വർണ്ണാഭമായി. വിവിധ എഴുന്നള്ളിപ്പുകൾക്ക് പഞ്ചാരിമേളത്തിന് കലാമണ്ഡലം വിവേകും, പഞ്ചവാദ്യത്തിന് തൃക്കൂർ രാജന്മാരാരും, മേളത്തിന് കലാമണ്ഡലം ശിവദാസനും പ്രാമാണികത്വം വഹിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി പഴങ്ങാപ്പറമ്പ് മനയ്ക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. സുഹൃത്തായ വൈദികൻ ഫാദർ റോയ് ജോസഫ് വടക്കനുമായി സൗഹൃദം പങ്കിടാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിവാഹ വാർഷിക ദിനത്തിൽ എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിൽ എത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ വികാരി കൂടിയായ ഫാദർ റോയ് ജോസഫ് വടക്കൻ കേക്ക് നൽകിയാണ് സ്വീകരിച്ചത്. കേക്ക് മുറിച്ച് എല്ലാവർക്കും നൽകിയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിവാഹ വാർഷികത്തിന്റെ മധുരം പങ്കിട്ടത്. വികാരി ഫാദർ റോയ് ജോസഫ് വടക്കനുമൊത്ത് ഉച്ചഭക്ഷണത്തിനും അദ്ദേഹം പങ്കുകൂടി. ഫാദർ ജോസഫ് വടക്കിന് നൽകാൻ ചങ്ങനാശ്ശേരി പാചകശൈലിയിൽ പ്രത്യേകം തയ്യാറാക്കിയ താറാവ് കറിയും കേന്ദ്ര സഹമന്ത്രി കൊണ്ടുവന്നിരുന്നു. പള്ളിയിൽ കയറി സുരേഷ് ഗോപി പ്രാർത്ഥിച്ച് ഭക്തിഗാനവും പാടിയാണ് മടങ്ങിയത്. സഹവികാരി ഫാദർ ജോഷുവിൻ കൊക്കൻ, സിസ്റ്റർ അനില, കൈക്കാരന്മാരായ ജോയ് കുണ്ടുകുളം, ഷാജു താണിക്കൽ, ജോഷി ചിറയത്ത്, വർഗീസ് പ്ലാക്കൻ എന്നിവരും കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. BJP നേതാക്കളായ KK അനീഷ് കുമാർ, രഘുനാഥ് C മേനോൻ, ജസ്റ്റിൻ ജേക്കബ്, അഡ്വക്കേറ്റ് KR ഹരി എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. മേലൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ വിവരശേഖരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ക്ലിക്ക് അറ്റ് മേലൂർ GIS മാപ്പിംഗ് പദ്ധതിക്ക് തുടക്കമായി. ആദ്യഘട്ടമായ ഡ്രോൺ സർവേയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ നിർവഹിച്ചു. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ, സതി ബാബു, PP പരമേശ്വരൻ, വിക്ടോറിയ ഡേവിസ് തുടങ്ങിയവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തുടങ്ങിയവർ സംസാരിച്ചു. മേലൂർ പഞ്ചായത്തിൽ 3 ദിവസം ഡ്രോൺ ഉപയോഗിച്ച് സർവേ നടത്തും. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽച്ചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ 12.5 കോടി രൂപ പാലത്തിന്റെ നിർമ്മാണത്തിന് വകയിരുത്തിയിട്ടുണ്ട്. സഞ്ചരിക്കാൻ അപകടമില്ലാത്ത സൗകര്യമുള്ള ഒരു പാലം
കൃഷിക്ക് വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിലുള്ള തടയണ. മുട്ടിക്കൽ ആറ്റത്ര നിവാസികളുടെ ഈ ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നാണ് മുട്ടിക്കൽ പാലം. കാലപ്പഴക്കത്താൽ പാലം തകർന്ന് യാത്രായോഗ്യമല്ലാതായി. പാലത്തിന്റെ വീതിക്കുറവും കൈവരിയും സ്ലാബുകളും കാലുകളും പൊട്ടിത്തകർന്ന് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുകയാണ്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും ആറ്റത്തറ, കോട്ടപ്പുറം, കുമ്പളങ്ങാട് പ്രദേശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും മുട്ടിക്കൽ പാലമാണ്. വടക്കാഞ്ചേരിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എളുപ്പമാർഗമായതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. പാലത്തിന്റെ വശങ്ങളിലെ സ്ലാബ് തകർന്ന് രൂപപ്പെട്ട കുഴികളിൽ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പാലത്തിനോട് ബന്ധിപ്പിച്ചുള്ള ചിറയിൽ നിന്നാണ് ആറ്റത്തറ, കോട്ടപ്പുറം, മങ്ങാട്, നെല്ലുവായി പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലേക്ക് ജലസേചനം നടത്തുന്നത്. ചിറയുടെ ശോചനീയാവസ്ഥ മൂലം മതിയായ വെള്ളം സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പുനർനിർമ്മാണം നടത്തുവാൻ 5 വർഷം മുമ്പ് പദ്ധതിയിട്ടെങ്കിലും പിന്നീട് നടന്നില്ല. വടക്കാഞ്ചേരി കേച്ചേരി പുഴ നവീകരണ പദ്ധതിയിൽ പാലത്തിന്റെ നിർമ്മാണം ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ച് കിഫ്ബി ഇത് ഒഴിവാക്കുകയായിരുന്നു. തുടർന്നാണ് AC മൊയ്തീൻ MLA ബഡ്ജറ്റിൽ പാലത്തിന്റെ നിർമ്മാണം ഉൾപ്പെടുത്തിയത്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ അതിവർഷമുണ്ടാകുമ്പോൾ പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കിഫ്ബി പദ്ധതിക്ക് അംഗീകാരം നൽകാതിരുന്നത്. പിന്നീട് AC മൊയ്തീൻ MLAയുടെ ഇടപെടലിനെ തുടർന്ന് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. പദ്ധതി എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാർഷിക വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ പറഞ്ഞു. എരുമപ്പെട്ടിയുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും എരുമപ്പെട്ടിയുടെ കാർഷിക മേഖലയ്ക്ക് മെച്ചപ്പെട്ട നില രൂപപ്പെടുത്തുന്നതിനും ഈ പദ്ധതി ഏറെ സഹായകരമാകുന്നതാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി MLA ഈ പദ്ധതിയുടെ പുറകെയാണ്. കിഫ്ബിയെ പ്രയോജനപ്പെടുത്തി ഈ പദ്ധതി കൊണ്ടുവരുന്നതിനാവശ്യമായ ശ്രമം കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ നടത്തിയതാണ്. തീർച്ചയായും അത് സംസ്ഥാന ബഡ്ജറ്റിൽ ഇതിനാവശ്യമാകുന്ന പദ്ധതി പണം വരുന്നതോടുകൂടി എരുമപ്പെട്ടിയുടെ വികസനം, മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര ഉൾപ്പെടെ ഈ പദ്ധതി കൊണ്ട് ഏറെ പ്രയോജനകരമാകും എന്ന് തന്നെയാണ് അഭിപ്രായം. നടപ്പാതയോട് കൂടിയ വീതിയുള്ള പാലവും ഉയർത്താൻ കഴിയുന്ന ഷട്ടറുകളോട് കൂടിയ ചിറയും പാർശ്വഭിത്തികളുടെ നിർമ്മാണവുമാണ് പദ്ധതിയിലുള്ളത്. കാലതാമസമില്ലാതെ തന്നെ നിർമ്മാണം നടക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. പദ്ധതി യാഥാർത്ഥ്യമായാൽ കൂടുതൽ ഗുണം ലഭിക്കുന്നത് മേഖലയിലെ കർഷകർക്കാണ്. കൂടാതെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും ഒരു പരിധിവരെ പരിഹാരമാകും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. പൊരിങ്ങൽകുത്ത് മുക്കുംപുഴ ഉന്നതിയിൽ റിസർവോയറിലൂടെ ചങ്ങാടത്തിൽ പോയ മധ്യവയസ്കനെ കാണാനില്ലെന്ന് പരാതി. 50 വയസ്സുള്ള അച്യുതനെയാണ് കാണാതായത്. മലക്കപ്പാറ പോലീസ് സംഭവത്തിൽ കേസെടുത്തു. ഡൽഹിയിൽ BJP ഭരണം പിടിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തിരുവല്ലുവാമലയിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീല പണിക്കർ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഉമേഷ്, സംസ്ഥാന കൗൺസിൽ അംഗം PK മണി, പഞ്ചായത്ത് അംഗങ്ങളായ ബാലകൃഷ്ണൻ, ബേബി രജിത, പ്രകാശൻ, രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാത്തതിനാൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം മന്ദഗതിയിൽ. ജില്ലയിലെ ഏറ്റവും വിസ്തൃതിയുള്ള ഈ സ്റ്റേഷൻ പരിധിയിൽ കുറ്റവാളികളുടെയും ലഹരി മാഫിയകളുടെയും ആധിക്യം മൂലം ജനങ്ങൾ ആശങ്കയിലാണ്. അന്തിക്കാട് സ്റ്റേഷൻ വിഭജിച്ച് പെരിങ്ങോട്ടുകരയിൽ പുതിയ സ്റ്റേഷൻ പണിയാൻ സർക്കാർ 2 കോടി രൂപ അനുവദിച്ചിട്ടും വകുപ്പ് തലത്തിലെ അലംഭാവം മൂലം തുക വകമാറ്റി ചെലവഴിക്കേണ്ടതായി വന്നു. അന്വേഷിക്കാൻ പോലീസുകാർ ഇല്ലാതെ കേസുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട്. അരിമ്പൂർ, മണലൂർ, അന്തിക്കാട്, ചാഴൂർ, താന്യം എന്നീ 5 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധി. 2 SIമാർ, 9 CPOമാർ, 1 സീനിയർ CPO, 2 വനിതാ CPOമാർ എന്നിവരുടെ കുറവുണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ ചുമതലയിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ SI ഡെപ്യൂട്ടേഷനിൽ പോവുകയും ചെയ്തു. 2 പോലീസ് സ്റ്റേഷനു വേണ്ട അംഗബലം ആവശ്യമുണ്ടെന്നിരിക്കെ ഒരു സ്റ്റേഷനിൽ ആവശ്യമായ പോലീസുകാർ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ. സ്കൂളുകളിൽ കുട്ടികൾക്ക് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി പിയർ എഡ്യൂക്കേറ്റർമാർക്കുള്ള ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കുന്നംകുളം റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള ക്ലാസിന് നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ AK ടോണി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു ഫ്രാൻസിസ്, ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു.
ചിറ്റിലപ്പള്ളി പുലിയംതൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് എം നാരായണൻകുട്ടി, സെക്രട്ടറി സീതാദേവി, ട്രഷറർ സദാശിവൻ ഓടാട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് പാറമേൽ, സാവിത്രി എന്നിവർ നേതൃത്വം നൽകി. പ്രസാദ ഊട്ടിൽ 1000-ലധികം പേർ പങ്കെടുത്തു. തിരുവല്ലുവാമല പഞ്ചായത്തിന്റെ ആംബുലൻസ് ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പഴയന്നൂർ കാട്ടിലക്കോട് പരേതനായ വാസുദേവൻ നമ്പൂതിരിയുടെ ഭാര്യ 67 വയസ്സുള്ള രമാദേവി അന്തർജനമാണ് മരിച്ചത്. ജനുവരി 25-ന് രാവിലെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് അപകടം നടന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് മുന്നിലെ പറമ്പിലുണ്ടായ അഗ്നിബാധ പരിഭ്രാന്തി പരത്തി. സമീപത്തെ ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള ഏക്കറക്കണക്കിന് സ്ഥലത്തെ അടിക്കാടുകളും ചെറുമരങ്ങളും കത്തിനശിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7900 രൂപ, പവന് 63,200 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3500 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് പതാക ഉയർന്നു. ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം 434 പ്രതിനിധികൾ പങ്കെടുക്കും. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് സൈനികാശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തെക്കുംകര സ്വദേശി ജെയിനിനെ ഇന്ത്യൻ എംബസി സന്ദർശിച്ചു. ജെയിനിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്ന് എംബസി ഉദ്യോഗസ്ഥർ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇന്ത്യൻ എംബസി. ചാവക്കാട് കടപ്പുറം നോളി റോഡിൽ ബൈക്കും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഇരിഞ്ഞാലക്കുട വല്ലക്കുന്നിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഫ്രൂട്ട്സ് ഷോപ്പ് ഉടമ മരിച്ചു. അറബിക്കടലിൽ ഭൂചലനം ഉണ്ടായതായ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തീരദേശത്ത് ജാഗ്രതാ മുന്നറിയിപ്പ്. കാസർഗോഡിന് പടിഞ്ഞാറ് ഭാഗത്ത് കടലിൽ ഉണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.